നമ്മൾ ഒരു ഭാഷ പഠിക്കുന്നതും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്, ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്കും നിങ്ങൾ പറയുന്നത് എനിക്കും മനസ്സിലാവുക എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാത്താണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മളെല്ലാ ഭാഷകൾ പഠിക്കുന്ന, അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് പറയുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ പഠിക്കുന്ന ഭാഷകളൊക്കെ നമുക്ക് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എനിക്കൊരുപാട് ഭാഷ അറിയാം എന്ന് അഹങ്കരിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ഭാഷ അറിയാമെന്ന് മറ്റുള്ളവർ പ്രകടിപ്പിക്കാൻ വേണ്ടിയല്ല. നമ്മുടെ സിറ്റുവേഷൻ വരുമ്പോൾ മറ്റൊരാളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത്, അല്ലേ? നമ്മുടെ അടുത്ത് നിന്ന് ഒരുപാട് കുട്ടികൾ വരാറുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് അറിയുന്ന അല്ലെങ്കിൽ ബേസിക് നോളജ് ഉള്ള ആളുകൾ, ബേസിക് പഠിക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളുടെ മുന്നിൽ നമുക്ക് ഉദാഹരണം നല്ല മഴ പെയ്യുന്നുണ്ട്, ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ നെട്ടിപ്പോകും. കാരണം ആ വീട് അവർ കേട്ടിട്ടുണ്ടാവില്ല. അവർ ക്യാറ്റ്സ് എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്, ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു അർത്ഥം കണക്ട് ചെയ്തിട്ട് അവർ സംസാരിക്കുക. അപ്പം നമ്മളിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ പുതിയ പുതിയ വേർഡുകളൊക്കെ പഠിക്കാറുണ്ട് അല്ലെങ്കിൽ കാണാറുണ്ട്. അത്തരം വേർഡുകൾ കണ്ട് പേടിക്കുക എന്നല്ല, നമുക്കറിയുന്ന സിമ്പിൾ മെത്തേഡിലൂടെ നമ്മൾ ആശയങ്ങളെ മറ്റൊരാൾക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വെൽക്കം ചെയ്യണം.